ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡിജിടെക്കിൻ്റെ ഒരു ആക്ഷൻ ക്യാമറയാണ്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ലൊരു ബോക്സാണ് ഡിജിടെക് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലൊരു ബോക്സ്, അത് ഒരു ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അത് കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഐറ്റംസ്. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. ആദ്യം തന്നെ ഇതാ ഡിജിടെക്കിന്റെ ഒരു ക്യാമറ വിത്ത് വാട്ടർ പ്രൂഫ് കവർ. അത്യാവശ്യം നല്ലൊരു കവറാണ്. അത് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്യാമറ ഡിജിടെക്കിന്റെ ഒരു കാണാൻ ഭംഗിയുള്ളൊരു ക്യാമറ തന്നെയാണ്. ഇതിന്റെ ക്വാളിറ്റി എനിക്കറിയില്ല, ക്വാളിറ്റി ഞാൻ പിന്നെ പറയാം. ഇതിന്റെ എങ്ങനെയാണ് വീഡിയോ ക്വാളിറ്റി ഒക്കെ, ഫോട്ടോ ക്വാളിറ്റി ഒക്കെ. ഇത്ര ഐറ്റംസ്, ഇതാണ് ഇതിന്റെ മെയിൻ ഐറ്റം. സോ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ മൗണ്ട്, അതായത് ഹാൻഡിൽ മൗണ്ട് ചെയ്യാനുള്ളൊരു ക്ലിപ്പ് വരും. അതിനുശേഷം ഇതിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് വേണമെങ്കിൽ വെക്കാനുള്ളൊരു എന്ത് പറയാ, ഒരു കവർ, അതായത് ബാക്ക് ക്ലിപ്പ് പോലത്തെ ഒരു സാധനം, ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഹെൽമെറ്റ് മൗണ്ട്, അതായത് ഇതാണ് ഹെൽമെറ്റ് മൗണ്ട്. ഈ ഒരു ഐറ്റംസ് അത് ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഈ അതിന് തന്നെ മാറ്റാനുള്ള ഒരു അതിന്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെയാണിത്. ഇത് അതിന്റെ തന്നെ എക്സ്ട്രാ ഐറ്റംസ്. പിന്നെ ഒരു ബാറ്ററി, അത് കൂടാണ്ട് നമുക്ക് 2 ബാറ്ററി കിട്ടുന്നുണ്ട് ടോട്ടല്. സോ ഒന്ന് ഇതിലും ഒന്ന് ഞാൻ ഇന്നലെ ഇതിനകത്ത് ഓപ്പൺ ചെയ്തപ്പോൾ അൺബോക്സ് ചെയ്തപ്പോൾ വെറുതെ ആമസോൺ അൺബോക്സ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. ഇത് കൂടാണ്ട് ഇതിനകത്തൊരു ബാറ്ററി എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ 2 ബാറ്ററി നമുക്ക് കിട്ടും. 2 ബാറ്ററി. പിന്നെ ഉള്ളത് ഒരു മാനുവൽ, യൂസർ മാനുവല്. പിന്നെ വരുന്നത് HDMI ഒരു കേബിൾ വരുന്നുണ്ട്. പിന്നെ ഒരു മൈക്ക്, ഒരു മൈക്കാണ്. മൈക്ക് എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്യുന്നതാണ്. ഒരു മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സ്റ്റിക്കർ, ഹെൽമെറ്റിന്റെ മൗണ്ട് എന്താ പറയുക, വേസ്റ്റ് ചെയ്യാനുള്ള സാധനം. പിന്നെ ഒരു ബാൻഡ്, 4 ബാൻഡ്. പിന്നെ ഒരു ചാർജിങ് കേബിൾ. ഇത്രയും ഐറ്റമാണ് ഈ ബോക്സിനകത്തുള്ളത്. ഇതിനകത്ത് ക്വാളിറ്റി എന്ന് പറയാൻ ഈ ബോക്സ് ആണ് എനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയത്. അതിനുശേഷം മാത്രമേ ഞാൻ ഈ ക്യാമറക്ക് മാർക്ക് കൊടുക്കത്തുള്ളൂ. സോ ക്യാമറ എനിക്ക് കിട്ടിയത് ആരോ റിട്ടേൺ അടിച്ച ക്യാമറയാണെന്ന് തോന്നുന്നത്. കാരണം ആ ഒരു ഫ്രഷ്നെസ് ഇല്ല. വർക്കിംഗ് കണ്ടീഷൻ ഒക്കെയാണ്, പക്ഷെ ആ ഫ്രഷ്നെസ് ഇല്ല സാധനത്തിന്. നമുക്കൊരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ക്യാമറ, ഒരു പുതിയ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതൊരു എത്രത്തോളം പുതിയതാണെന്ന്. പക്ഷെ ഒരു ഫ്രഷ്നെസ് ഇല്ല ഇതിനകത്ത്. അതുപോലെ തന്നെ വളരെ മോശം പാക്കിംഗ്, 5 പൈസക്കില്ലാത്ത പാക്കിംഗ് ആണ് എനിക്ക് ഡിജിടെക് പ്രൊവൈഡ് ചെയ്തത്. നോക്ക്, ഇതാണ് എനിക്ക് അവർ പ്രൊവൈഡ് ചെയ്ത വളരെ മോശം പാക്കേജിങ് ആണ്. ഒരു പഴയ ഒരു ഐറ്റമോ, ആരോ യൂസ് ചെയ്തിട്ട് റിട്ടേൺ അയച്ച സാധനം എനിക്ക് അയച്ചു തന്നെയാണ് തോന്നുന്നത്. ഇതെന്തായാലും ഞാൻ റിട്ടേൺ അയക്കത്തില്ല. ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നല്ലേ, അതുപോലെ എന്താ പറയാ, പൊന്നൊന്നും മിന്നും ചെയ്യില്ല അങ്ങനെ പറയാനും പറ്റും. പക്ഷെ ഇതിനകത്ത് തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മോഡൽ നമ്പർ DAC 101. പിന്നെ സോണി സെൻസറാണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അത് തന്നെ EIS സ്റ്റെബിലൈസേഷൻ ആണ്. പിന്നെ വാട്ടർ പ്രൂഫ് 30 മീറ്റർ വരെ പോവും. അങ്ങനെ ചാർജിങ് കേബിൾ ടൈപ്പ് C, ഇങ്ങനെ വൈഡ് ആംഗിൾ 170, പിന്നെ 4K, ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് എവിടെ നിന്നാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എവിടെയാണ്
ഇവിടെ ന്യൂഡൽഹിയായിട്ടാണ് ഇതിന്റെ മാനുഫാക്ചറിങ് കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ സൈഡിൽ തന്നെ അവരെല്ലാ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ എന്തൊക്കെ ഇതിന്റെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള സംഭവങ്ങൾ ഇതിന്റെ സൈഡിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ്. അത് നിങ്ങൾ മേടിക്കുമ്പോഴാകാം. പക്ഷെ എനിക്കിത് അവർ തന്നൊരു ബോക്സ് എനിക്ക് വളരെ മോശം ബോക്സ് ആണ് അവരെനിക്ക് തന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കി നമ്മൾ ബോക്സ് കണ്ടിട്ടൊരു പ്രൊഡക്റ്റിനെ ഞാൻ എന്തായാലും കുറ്റം പറയാൻ നിൽക്കുന്നില്ല. ബാക്കി അത് യൂസ് ചെയ്തിട്ട് ഞാൻ അതിന്റെ റിവ്യൂ പറയാം എങ്ങനെയുണ്ടെന്ന്. അത് ഞാൻ പിന്നീട് അതിന്റെ റിവ്യൂ ഇടാം. ഇതാണ് ക്യാമറ. ഇതിന്റെ ഇവിടെ ഒരു 2 അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച് വരും, പിന്നെ ഓൺ ഓഫിനൊരു സ്വിച്ചും, പിന്നെ എല്ലാത്തിനും ഓക്കെ കൊടുക്കാൻ. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സ്ക്രീനിൽ വരുന്നത്. ഞാനത് SD കാർഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് അത് ഇപ്പം എടുക്കുന്നില്ല. അതിന് തന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെസൊല്യൂഷൻ, പിന്നെ സ്റ്റെബിലൈസേഷൻ, ലൂപ്പ് വീഡിയോ, ഇങ്ങനെ കുറെ ഐറ്റംസ്, പിന്നെ റെക്കോർഡ് സൗണ്ട്, അങ്ങനെ കുറെ. പിന്നെ വീഡിയോ റെസൊല്യൂഷനിൽ പോയി കഴിഞ്ഞാൽ 5K ഉണ്ട്, 5K 30, 4K 60, then again 4K 30, അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം ഇടാം, ലാംഗ്വേജ് ഇടാം. ഇതൊക്കെ പിന്നെ നോർമൽ തലയിരുത്താൻ തോന്നുമല്ലോ. ഇപ്പം മുതൽ തല ഇരിഞ്ഞ സാധനം. ഇതൊക്കെയാണ് ഐറ്റംസ് എന്നെനിക്ക് തോന്നിയത്. ക്യാമറയുടെ ബിൽഡ് ക്വാളിറ്റി ഓക്കെ, വലിയ ഇതൊന്നും പറയാനില്ല, ജസ്റ്റ് ഓക്കെ. പിന്നെന്താ പറയാ, പിന്നെ ബാക്കിൽ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്, അതുപോലെ ഫ്രണ്ടിലും ഒരു ചെറിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. സോ അങ്ങനെയാണ് ഇത് ഓൺ ചെയ്യുക. മൊത്തം ക്യാമറ താഴോട്ടാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇട്ട് വരും. ഈ ഒരു സൈഡ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ സ്ക്രീൻ കാണാം. ഇതൊക്കെയാണ് ഈ ക്യാമറയുടെ ഒരു സംഭവം. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല ഈ ക്യാമറയെ കൂടി യൂസ് ചെയ്ത് പറയുമ്പോൾ. ഒരിക്കലും ഞാനിത് GoPro ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കുന്നില്ല. നമുക്കിത് യൂസ് ചെയ്തിട്ട് കണ്ടറിയാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഇതാണ് ഡിജിടെക്കിന്റെ ആക്ഷൻ ക്യാമറ. ഇതിന്റെ കൂട്ടത്തിൽ വരുന്നത് ഈ ഐറ്റംസ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ മൈ ചാനൽ. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.